നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് റോമോസുകളുടെ ദേശത്തിൽ നിന്ന് ഒരു വൈദ്യന്, ഇസ്ലാമിലല്ലാത്ത മുസ്ലിം അല്ലാത്ത ഒരു വൈദ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മദീനത്തേക്ക് വന്നിട്ട് നല്ല ഒരു ക്ലിനിക്ക് ബേക്കിട്, നല്ല ഒരു ക്ലിനിക്, എന്തൊക്കെ രോഗികളെ ശുശ്രൂഷിക്കണം, അങ്ങ് മരുന്ന് കൊടുക്കും. 1-2 വർഷമായിട്ട് അയാള് ക്ലിനിക്കിലെ ബന്ധാക്കിയിട്ട് പിറകു പോണ്ടേ റോമിൽ. ഒന്ന് പോകുമ്പോ മദീനത്തെ നേതാവല്ലേ മുഹമ്മദ് നബി ഒന്ന് കണ്ടിട്ട് പോവാണ്ടായി തയ്യാർ വന്നിട്ട് നേരെ അല്ലാഹുവിന്റെ റസൂൽ എതിരിൽ വന്നിട്ട് നിന്റെ മുണ്ടി ചൊല്ലൂല മുഹമ്മദ് ചൊല്ലാളെ അവർ 2 വർഷമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് നിന്റെ ഒട്ടിക്ക് ആരുണ്ടെങ്കിലും പേഷ്യന്റ് വണ്ടിയില്ലേ ഞാൻ ഉടനെ പോട്ടെ. പക്ഷെ ഒരു കാര്യം നക്കരിയുണ്ട്, മുസ്ലിം അല്ലാത്തത് കൊണ്ടിട്ടാ മീത്തു നിന്റെ ഒട്ടിക്ക് എന്തെങ്കിലും ആള് പറയാത്തെ ഇണ്ട്. അങ്ങനെ ഉണ്ടല്ലോ എന്റെ കച്ചവടാക്കുമ്പോ ബാണിയാക്കുമ്പോഴത്തേക്ക് പോലും ജാതി നോക്കിയിട്ട് ബാണിയാക്കൊണ്ടോ ചുണ്ടൊക്കെ എനിക്ക് ചില സിസ്റ്റം ചില ആൾമാരെ കൊണ്ടോ വേണ്ടേ സങ്കുചിതമായ മനോഭാവം, സാഹോദര്യ ബന്ധമില്ല. പ്രജാപ്രഭുത്വ ദേശത്തെ ആ ഒരു ആശയത്തെ, സംവിധാനത്തെ ആശയത്തില് ഒരു ബലയില്ലാത്ത, അതിന് ബഹുമാനമില്ലാത്ത കനിക്കത്തെ ആശയത്തെ ഉൾക്കൊള്ളുന്നതാവാത്ത ആളുമാരുടെ ഭാഗത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ടത്. ഞങ്ങൾ എവിടെയെങ്കിലും വയലുക പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഏത് പള്ളിയിൽ ഏത് ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും ഒരു മുസ്ലിമായങ്ങമേ സാമ്യാനോടുന്നു മുസ്ലിമായ ആളുമാരെ മൈക്കോപ്പറേറ്റർ എന്തേ കാരണം? ഇത് ഭാരതത്തിൽ മാത്രമല്ല പ്രപഞ്ചത്തെ ഏത് ദേശത്തിലാണ് ജീവിക്കുന്നെങ്കിൽ പോലും മനുഷ്യന്മാർ പരസ്പര സ്നേഹത്തിലും വാത്സല്യത്തിലും സാഹോദര്യ ബന്ധത്തിലെ ജീവിക്കും. അപ്പമേ ഒരു ജീവനാവും. അതാണ് യഥാർത്ഥ ജീവൻ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലണക്ക് വന്ന മുസ്ലിം അല്ലാത്ത ആളുമാർക്ക് പോലും മാഫ് കൊടുത്ത് കടത്തിയ നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൃഗത്തൊട്ടിക പോലും കരുണ കാട്ടിയ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ. മൃഗത്തൊട്ടിക പോലും, നിർജീവി വസ്തുവായ വണങ്ങിയ മരത്തൊട്ടിക പോലും കരുണ കാട്ടിയ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅതാകൽ ഊദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബയുൻ നഫൂറു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തിലെ പരിശുദ്ധമായ ബലിയാസ ഖുതുബ ഓതുമ്പോഴത്തേക്കു ഞങ്ങളെ പള്ളിയില് കാണ്ടകനികത്തെ ചന്തത്തെ മിമ്പറില്ല. ഇസ്ലാമിന്റെ തുടക്കത്തിൽ മദീനത്തെ നേതാവായ അല്ലാഹുവിന്റെ റസൂലുകു മദീനത്തെ പള്ളിയില് നല്ല മിമ്പറില്ല. ഇന്റെ ഏത് പള്ളിയിലും ഏത് ഹല്ലി ഭാഗത്തുള്ള പള്ളിയിലാണെങ്കിൽ പോലും 3 പടിയുള്ള മിമ്പറില്ലാത്ത ഒരു ബലിയാസിന്റെ ഖുതുബ ഓതുന്ന ജാഗ കാണാല. അല്ലാഹുവിന്റെ റസൂലുകു മിമ്പറില്ലാത്ത സമയത്തില് ഈത്തപ്പഴത്തെ വണങ്ങിയ ഒരു മരത്തെ തണ്ട്, ഒരു ഈത്തപ്പഴത്തെ വണങ്ങിയ ഒരു മരത്തെ തടിയുണ്ടല്ലേ, ആ മരത്തെ തടി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചാഞ്ഞി നിക്കട്. കുറെ കാലം അതുക്ക് ചാഞ്ഞി നിന്നിട്ട് നബി തങ്ങൾ ഖുതുബ ഓതുറു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നല്ല ഒരു മിമ്പറാക്കി മദീനത്തെ പള്ളികാരോ കൊടുത്തപ്പ ആ പഴയ വണങ്ങിയ ഈത്തപ്പഴത്തെ മരത്തെ വണങ്ങിയ നിർജീവിയായ തടിയുണ്ടല്ലേ, മദീനത്തെ പള്ളിയുടെ ഒരു മൂലല് സ്വഹാബത്തിനെ കൊണ്ട് ബൈപ്പാട്ട്. എന്നിട്ട് പുതിയ മിമ്പറില് അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതുനക്ക് വേണ്ടി പറ്റിട്ട് 1ാമത്തെ ഖുതുബ നിർവഹിക്കുമ്പോഴത്തേക്കു ആ സദസ്സുള്ള സ്വഹാബത്ത് ചൊല്ലുടെ പടക്കെന്തിനെ കൊണ്ടുണ്ട മുസ്ലിമേ 10 തിങ്കളെ കറുപ്പുഞ്ചായ ചനയുള്ള ഒരു വണ്ടം നൊമ്പള പറമ്പത്തുകോ. ഏത് ജീവികാണെങ്കിലും പ്രസവ വേദന പേത്ത് നൊമ്പല ചുള്ളതുണ്ടല്ലേ ഉമ്മ. മരണത്തെ നൊമ്പലത്തെ പോലും ഓർമ്മപ്പെടുത്തിരകനിക്കത്തെ നൊമ്പലമാണ്. ആ നൊമ്പലത്തിലെ നിറങ്ങിടേ, ആ നൊമ്പലത്തിലെ പെടക്കിടകനിക്കത്തെ ഒരു വണ്ട എങ്ങനെ നൊമ്പലത്തിലെ പെടക്കുമ്പത്തുക നിറങ്ങിരുവാ അതുപോലത്തെ നിറങ്ങല ഞങ്ങൾക്ക് മദീനത്തെ പള്ളിയിലെ ഉൾക കേട്ടിര്. അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതുമ്പോഴത്തേക്കു കറുപ്പുഞ്ചായ 10 തിങ്കളുടെ വണ്ട നിറങ്ങടെ പോലത്തെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കു അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ ഓതുന്ന മിമ്പറിൽ കീലിഞ്ഞി പണ്ട്. എന്നിട്ട് ഏത് ഭാഗത്തെയാണ് നിറങ്ങടെ ശബ്ദം കേൾക്കേണ്ട ആലോചന ആക്കുമ്പോഴത്തേക്കു സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ
ഖുതുബ പോലും ഓതുമ്പോ ചാഞ്ഞ് നിന്റെ വണങ്ങിയ ഈത്തപ്പഴത്തെ മരത്തടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിനെ മുട്ട പോണ്ടു. എന്നിട്ടൊരു മനുഷ്യന്റെ പിരുസത്തിലെ വാത്സ്യത്തിൽ അറുകി പിടിക്കുന്നത് പോലെ ആ മരത്തെ വണങ്ങിയ തടിരങ്ങനെ അറുകി പിടിക്കടേ. ഒരു റിപ്പോർട്ടിൽ ചൊല്ലടോ, അല്ലാഹുവിന്റെ റസൂൽ കയ്യാനെടുത്തിട്ട് ആ മരത്തെ മേല് വെച്ചിരേ. അല്ലാഹുവിന്റെ റസൂൽ കൈ വയ്ക്കുമ്പോത്തുകോ അഥവാ നബി തങ്ങൾ അതിനെ അറുകി പിടിക്കുമ്പോത്തുകോ അതൊക്കെ പിന്നെ നറങ്ങടെ ശബ്ദം ഇല്ല. കാരുണ്യത്തെ കടലായ അല്ലാഹുവിന്റെ റസൂലു ആ വണങ്ങിയ നിർജീവിയായ മരത്തെ തടിരൊട്ടിക പലക്ക പരിടേ. ഒരു മനുഷ്യന്റെ പലക്ക പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലൊട്ടിക മരത്തെ തടി വടങ്ങിയ നിർജീവിയായ ആ ഒരു സാമണ ചൊല്ലുടെ കാരണം നിരകൊണ്ടുണ്ട. യാ റസൂലല്ലാഹ്, എന്റെ നറങ്ങളുള്ള കാരണം നിരകൊണ്ടുണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കാല്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തടിയുണ്ടല്ലേ നബിയേ. ആ തടി കഴിഞ്ഞ ഖുതുബത്തുക പോലും നിന്റെ മേലെ കാണിച്ചാഞ്ഞ് നിന്റേത്. പുതിയ മിമ്പർ വന്ന സമയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനമുള്ള ശറഫാക്കപ്പെട്ട പവിത്രമായ ആ തടിയുണ്ടല്ലേ നിന്റെ മേലെ താണ്ട സൗഭാഗ്യ നക്ക് നഷ്ടപ്പെട്ടു പോയിത്തല്ലേ നബിയേ. വടങ്ങിയ നിർജീവിയായ ഒരു ഈത്തപ്പഴത്തെ മരത്തെ ഒരു തടി അല്ലാഹുവിന്റെ റസൂലിട്ട് ചൊല്ലുന്ന നബിയെ, ഇനാ ഒരു സ്പർശ സുഖം, അവർ സ്പർശിക്കയുടെ ഭാഗ്യം, അവർ നസീബ് നക്ക് നഷ്ടപ്പെട്ടു പോയിത്തല്ലേ നബിയെ. നക്ക് സദിക്കില്ലാണ്ട് അത് പുൽപ്പെട്ട് നിറങ്ങി ഒരു നിർജീവിയായ ഒരു സാമണ നിറങ്ങും. ഒരു വണങ്ങിയ ഒരു മരത്തെ തടി പുൽപ്പെട്ട് ചൊല്ലുന്ന നമ്പണുകാട് വിശ്വസിക്കണുകാവിട വിശ്വസിച്ചേ തീരു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. കാരുണ്യത്തെ കടലായ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു, നിക്ക് എന്തിരെ വേണം ഈ വണങ്ങിട്ട് ഇങ്ങനെ കൊത്തിട്ട് കൊണ്ടുവന്നിട്ട് മിമ്പറിന്റെ ബദലക്ക് ചാഞ്ഞു നിൽക്കണു നിന്റെ ആക്കടതിരെ കാണാം. മദീനത്തെ പരിശുദ്ധമായ മറുഭൂമിയിൽ പച്ചയായ ഈത്തപ്പഴത്തെ മരമായിട്ട് നല്ല ഈത്തപ്പഴ ചൊറിഞ്ഞോണ്ടിന്റെ കനിക്കത്തെ ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ശരീര പോലത്തെ ഒരു മരമായിട്ടില്ലാത്ത നീന് അതുപോലെ നിന്റെ ബദലാക്കണ എങ്കിൽ ഈ കൈ കൊണ്ട് നിന്റെ നട്ടിട്ട് ഞാൻ അങ്ങനത്തെ മറാക്കടേ. അതല്ല നാല് അല്ലാഹുടെ ഔലിയാക്കന്മാർക്ക് സ്വർഗത്തിൽ ഈത്തപ്പഴ തിന്നണുകൊല്ലെ മരമാവണുക മനസ്സുണ്ട എങ്കിൽ നിന്റെ അല്ലാഹുടെ സ്വർഗത്തിൽ നാണ് മരമാക്കടേ. നിന്റെ നാനൂടെ കബറടക്കിയതുപോലെ നിന്റെ ഞാൻ അടക്കുവാട്ടരായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു. എന്തൊരു കരുണ! ഒരു വണങ്ങിയ മരത്തെ തടിരൊട്ടിക പോലും കരുണ കാട്ടിയ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോടു, അർറഹിമൂൻ യർഹമുഹുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. കരുണയുള്ള ആളുമാർക്ക് അല്ലാഹു കരുണ കാട്ടുക. കാരുണ്യമുള്ള ആളുമാർക്ക് അല്ലാഹുടെ കാരുണ്യമുണ്ട്. നിങ്ങൾ ദുനിയാവിലുള്ള ആളുമാരുടെ കരുണ കാട്ടോറു. ആകാശത്തെ നിയന്ത്രിക്കട അല്ലാഹു നിങ്ങളൊട്ടിക്ക് കരുണ കാട്ട. ഞങ്ങൾ ദുനിയാവിലുള്ള ആൾമാരുടെ കരുണ കാട്ടറാമ. ഞങ്ങൾ ദുനിയാവിലുള്ള ആൾമാരുടെ കരുണ കാട്ടറാമാവെന്ന് ആലോചനയാക്കി നോക്കും. കാരുണ്യത്തെ കടലായ അല്ലാഹുവിന്റെ റസൂൽ ഏത് ജാതിരൊട്ടികം, ഏത് വിഭാഗത്തൊട്ടികം, ഏത് ജീവിരൊട്ടികം, നിർജീവികളൊട്ടിക പോലും കരുണ കാട്ടിയ കനിക്കത്തെ ആ ഒരു വിശാലമായ മനസ്സിന്റെ ഉടമ ലോകത്തെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മൃഗത്തെ അറുക്കുമ്പത്തുക പോലും സഹാബത്തിനൊട്ടിക ചൊല്ലു, സഹാബ അറുക്കിട മൃഗത്തൊട്ടിക നിങ്ങൾ കരുണ കാട്ടോരു. അറുക്കിട മൃഗത്തൊട്ടിക കരുണ കാട്ടോരു. സുബ്ഹാനല്ലാഹ്, എങ്ങനെ അറുക്കിട മൃഗത്തൊട്ടിക കരുണ കാട്ടും? ഒരു മൃഗത്തെ അറുക്കുമ്പത്തുക്ക് കരുണ കാട്ടണോ ചൊന്നെങ്കിൽ അറക്കാട്ടെ ബുടറുണ്ട് അല്ല. അറുക്കട മൃഗത്തൊട്ടികൊല്ല കരുണ ചൊന്നെങ്കിൽ നല്ല മൂർച്ചയുള്ള ഷാർപ്പുള്ള കനിക്കത്തെ കത്തിൽ നിങ്ങൾ അറുക്കോർ. എന്തേ വേഗ റപ്പർക്കോ ഒരേ നേരത്തിലെ ഗർഗാസത്തിൽ മറമുറിച്ച കനിക്ക് ആക്കിയിട്ട് നൊമ്പലാക്കടല്ല ജീമത്തൊട്ടിക കളിക്കടല്ല റപ്പ മുറിച്ചിട്ടെടുക്കോ. പിന്നെ ഒരു ജീവിയുടെ അറുക്കുമ്പോ പിന്നൊരു ജീവിയുടെ എതിരിൽ അറുക്കണ്ട. ഒരു ജീവിയുടെ അറുക്കുമ്പോ പിന്നൊരു ജീവിയുടെ എതിരിൽ അറുക്കണ്ട. ഒരു ജീവിയുടെ അറുക്കുമ്പോ തന്നെ പിടിപ്പാട്ടോ. ഒരു ജീവിയുടെ അറുക്കുമ്പത്തിനെതിരെ എങ്ങനെ പിടിക്കൊണ്ട് എല്ലാം പടിപ്പാട്ടിയ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ജീവിയുടെ അറുത്തിട്ട് പെടക്കുമ്പത്തിനെതിരെ അതിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പത്തുകൊല്ല നൊമ്പല കൊണ്ട് പെടക്കുമ്പത്തുകൂ ആ ഒരു പെടക്കിനെ ജാഗരത്തിൽ പിന്നൊരു ജാഗ അതിനെ വലിച്ചുകൊണ്ട് പോവണ്ട. ഇത് പടിപ്പാട്ടിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. എങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയായിട്ടൊന്ന് ഓർത്തു നോക്കൂ. ഞങ്ങളുണ്ട് മുസ്ലിം കന്യായാവിടെ അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെ എല്ലാ നാളിലും ഇതേ ചർച്ചയാക്കല്. ഞങ്ങളുടെ സമാജത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഒരു കോലിരങ്ങാടിക്ക് പോയി നോക്കറോല. ഞങ്ങൾ കൂട്ടരെ കണിക്കത്തൊരു ജീവി കോലി
ഈ കോലിയുടെ അറക്കടെ ഒരു അവസ്ഥ നോക്കുക സുബ്ഹാനല്ലാഹ്. ബലിച്ചിട്ട് അറച്ചിട്ട് ഒരു എരിയൽ ആ ഡ്രമ്മ ജീമയുള്ള ഒരു സാമാൻ എരിഞ്ഞിട്ട് അതിന്റെ സമാധിര തടിയിൽ നിന്നിട്ട് ആത്മാവ് വേർപെട്ടിട്ട് പെടച്ചോണ്ടേ ഉണ്ടോ ഔട്ട് എടുത്തിട്ട് ബലിച്ചിട്ട് പിന്നെ ഒരു ജാഗ അതിലെ കൊത്തിര ജാഗ ഒരു എരിയ. അല്ലാഹു കരുണ കാട്ടുവാണ്. കാരുണ്യത്തെ കടലായ അല്ലാഹുവിന്റെ റസൂലാണ് ചൊല്ലേ നിങ്ങൾ ദുനിയാവിലുള്ള അങ്ങനൊട്ടിക്ക് കരുണ കാട്ടോറു. ദുനിയാവിലുള്ള മുസ്ലിം ഇങ്ങനൊട്ടിക്ക് മാത്രമേ കരുണ കാട്ടോറോട്ടല്ല. നിന്റെ നിഴലുള്ള ഒരു അമുസ്ലിമായ ഒരു മനുഷ്യനുക്ക് പോലും നിന്റെ നീത്ത നെമ്മതിയില്ലാണ്ട് കണ്ടെങ്കിൽ നീ ഒരു ഹൈറായ മുസ്ലിമോ ചൊന്ന് നടക്കുന്നത് അസാധ്യമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവിരൊട്ടിക പോലും കരുണ കാട്ടാത്ത ആൾ യഥാർത്ഥ മുസ്ലിം ആവാൻ. ഒരു ജീവിരൊട്ടിക പോലും. അപ്പൊ ഈ അറക്കട കണക്കേറ്റ അറവിടെ ഒരു ശൈലി നിങ്ങൾ നോക്കുക. പഴയ കാലത്തിൽ ഒരു സമ്പ്രദായ നല്ല സൂക്ഷ്മതയുള്ള ഒരാൾ കൊണ്ടിട്ട് അറപ്പാട്ടുവാർ ആർത്തിദ്രമേ ഞങ്ങൾ കൂട്ടരെ എല്ലാ പള്ളിയിലും മുക്കരിക്കന്മാരുടെ നല്ല ചാക്കുണ്ട് എന്ത് ഗലാറ്റാമ്പടുത്ത ഓടോടുകല്ല ഏതോ ഒരാൾ ചൊന്തു പള്ളിയുടെ മാളികയിലല്ല കല്ല് വെച്ചിട്ടിക്കാറ് ഞങ്ങ മെരമണിയാക്കുമ്പോ എരിയുണുകു. സുബ്ഹാനല്ലാഹ്. ഏത് പള്ളിയിലും അങ്ങനെ ഇക്കാല ഏത് പള്ളിയിലും അത് ഇല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു പള്ളിയിലും മീത്ത് ഏതെങ്കിലും ഇത്തരം സമുദായത്തെ ആളുമാർ ആക്രമിക്കണക്ക് വേണ്ടി കല്ല് സൂക്ഷിച്ച് ബേക്കിടാറുണ്ട് കണ്ടെങ്കിൽ അതിനെ എതിർക്കിടത് ഒരു പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളായിട്ടിക്കോ പാടില്ല. പള്ളി അല്ലാഹുവിനെ ആരാധിക്കണകുള്ളത, ഇന്നൊരാൾ ആക്രമിക്കണകുള്ളതല്ല. പരിശുദ്ധമായ മദീനത്തെ പള്ളിയില് സുമാമ ഗോത്രത്തെ തലവനായ സുമാമത്ത് ഇബ്നുൽ ഉസാൽ വലിയ ഒരു ഗോത്രത്തെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്ത് കൊണ്ടുവന്ന് 3 നാൾ കെട്ടിട്ടാർ. മദീനത്തെ പള്ളിയിൽ 3 നാൾ കെട്ടിട്ടാർ. ഒരു മുസ്ലിം അല്ലാത്തവർ ആളെ 3 നാളും പള്ളിയിലെ ഉൾക നടക്കൽ ആരാധനാ ക്രമവും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്ബോധനവും അല്ലാഹുവിന്റെ റസൂലിന്റെ നസീഹത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശവും അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിലുള്ള കാര്യത്തെ പഠിപ്പാട്ടതെല്ലാം കണ്ടിട്ട് 3-ാമത്തെ നാൾ കഴിഞ്ഞിട്ട് ആ ആള് ഗിൽച്ചി വിട്ടിട്ടാകുമ്പോ നേരെ പള്ളിയുടെ പുറത്തുള്ള ഒരു തോട്ടത്തേക്ക് പോയിട്ട് കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചൊല്ലു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഏതാള് കൊന്തുണ്ട 3 നാളുകൾക്ക് മുന്നിൽ അയാളുടെ സ്വഹാബത്തെ അറസ്റ്റാക്കി കൊണബണ്ടേക്ക് മുന്നിൽ അയാൾക്ക് ദുനിയാവിൽ ഇന്ന് ഏറ്റവും വെറുപ്പുള്ള കൻകത്തെ പകയുള്ള കൻകത്തെ ഒരാള് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ അത്തരമാത്രം പകയുന്ന ഒരാള് എത്രമാ മുസ്ലിമീങ്ങളായ സ്വഹാബത്തിനെ കൊന്ന ഒരാള് അല്ലാഹുവിന്റെ റസൂൽ ഏതെല്ലാം നിലക്ക് അന്യായ കൊണുകാവടാ നബി തങ്ങൾക്ക് ഏതെല്ലാം നിനക്ക് ഉപദ്ര കൊണുകാവോടാ ആ എല്ലാ മാർഗം സ്വീകരിച്ച ഒരാള് മദീനത്തെ പള്ളിയിലെ ഉൾക 3-4 സ്വഹാബത്ത് കെട്ടിയിടണുകൊല്ല കാരണ ഇസ്ലാമിന്റെ ಬಗ್ಗೆ മനസ്സിലാക്കണുകൊല്ല ഒരു അവകാശമാണ്. ഇസ്ലാമിന്റെ ಬಗ್ಗೆ അല്ലാഹുവിന്റെ പള്ളിയിലെ ഉൾക എന്തിനെ നടക്കണു ചൊല്ലത് മണവരിക്കാവണുകൊല്ല ഒരു അവസരമാണ്. ആ മനുഷ്യന്റെ 3-ാമത്തെ നാൾ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കെട്ടുകിൽച്ച് വിടുകു ചൊന്നപ്പാ ആ മനുഷ്യന് യമാമത്തെ വലിയ ഒരു നേതാവായ ഒരാള് സുമാമത്ത് ഇബ്നുൽ ഉസാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലെ കൈപിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുടൂ. കാരുണ്യത്തെ ശൈലിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിയത്. ദുനിയാവിലുള്ള ഏത് വിഭാഗത്തൊട്ടിയും കരുണ കാട്ടണമുള്ള ബാധ്യത ഒരു മുസ്ലിം കൊണ്ടു. അതാണ് പഴയ കാലത്തിൽ മുക്കുരിക്കന്മാർ നല്ല മൂർച്ചയുള്ള കത്തിക്കു പള്ളിയിൽ ചാക്ക് കോലി ഇറക്കും. അവർ കോലി പല ആൾമാർ പള്ളി കോലി കൊണ്ടുപോയപ്പോ നെനപ്പിക്കും എങ്ങനെ അറക്കരട്ടല്ലേ നല്ലതൊക്കെ തണ്ണി കുടിപ്പാട്ടി കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിപ്പാട്ടിത്ത് കിബിലയുടെ ഭാഗത്തേക്കല്ല തിരിഞ്ഞു നിന്നിട്ട് ചന്ത അതിനെ കൽത്തിരെല്ലാം തടകിട്ട് ചന്ത അർത്തിട്ട് അതിനെ മെല്ലെ കൊണ്ടുപോയിട്ട് ഒരു ജാഗയിൽ പെടക്കൊണു വെച്ചിട്ട് എന്നിട്ട് അതിന് ആത്മാവ് വേർപെട്ടൽ പിന്നെ അതിന് ജീമ പോയാൽ പിന്നെ അതിനെ മെല്ലെ വയറ്റിട്ട് തൊട്ട കിട്ടിട്ട ചീല കിട്ടിട്ട കൊടുത്തു കിടത്തിട്ട് ഈ ഒരു കാല ഞങ്ങളെ മുന്നിൽ ഇത് അനുഭവിച്ച ആളുമാരില്ലേ? അങ്ങനെ കോഴി ഏർപ്പാട്ടിന് കൂട്ടി ആളുമാരില്ലേ? എങ്കിലുണ്ട് ഞങ്ങൾ കൂട്ടർ കോഴി ഹലാലോ ചെന്ന് ഉറപ്പിക്കണക്ക് സാധ്യം. എത്രമാ സുന്നത്ത് ജമാഅത്തിന് ആലിമീങ്ങൾ അല്ലാത്ത ആൾമാരുടെ ಬಗ್ಗೆ ഞങ്ങൾ ചൊല്ലുന്നുണ്ടില്ല. എത്രമാ സയ്യിദന്മാർ സൂക്ഷ്മതയുള്ള അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങൾ ഉണ്ട്. മങ്ങിൽ ചവിട്ടുക ഇത്തര ഒരു ദാവത്തുക പോയ കോഴി കൂട്ടരയില്ല പേടിച്ചിട്ട് എന്റെ കൊന്തുണ്ട അർത്ഥതൊരു പക്ഷെ ശരിയായിട്ടിന്നില്ലെങ്കിൽ അർത്ഥത് മീത്ത് ശരിയായിട്ടിന്നില്ലെങ്കിൽ അർത്ഥത് ശരിയായില്ലെങ്കിൽ അത് കൂട്ടുക ഹലാലാവാത്ത ഭക്ഷണം ഭയത്തുക പോയെങ്കിൽ പിന്നെ അല്ലാഹു ഇബാദത്തിന് സ്വീകരിക്കാല.